അപ്പോൾ കുട്ടികളെ നമ്മൾ രണ്ട് കമ്മീഷനുകൾ പഠിച്ചല്ലേ. നമ്മൾ വനിതാ കമ്മീഷൻ 2 പഠിച്ചു, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ. ഓക്കെ, സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കമ്മീഷനാണ് ഈ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന വനിതാ കമ്മീഷനും. ഓക്കെ അല്ലോ. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങൾ അല്ലെ, ഇന്ത്യൻ പാർലമെന്റ് കുറച്ച് നിയമങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നൊക്കെ പേരിൽ നിയമങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി PSC ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു പോകുന്നത് സ്ത്രീധന നിരോധന നിയമം. ഓക്കെ, സ്ത്രീധന നിരോധന നിയമം, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. സ്ത്രീധന നിരോധന നിയമം അല്ലെങ്കിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആണ്. ഈ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് 1961 ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം പാസ്സാക്കുന്നത്. ഓക്കെ, അപ്പോൾ വർഷം കൃത്യമായിട്ട് ഓർത്തിരിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള കാര്യമാണിത്. അപ്പം സ്ത്രീധന നിരോധന നിയമം ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് 1961. 1961 സ്ത്രീധന നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 1961 ഈ നിയമം പാസ്സാക്കിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പാർലമെന്റിന്റെ ആദ്യ സംയുക്ത സമ്മേളനത്തിലൂടെയാണ്. ജോയിന്റ് സിറ്റിംഗ്, പാർലമെന്റിന്റെ ആദ്യ സംയുക്ത സമ്മേളനത്തിലൂടെയാണ് ഈ പറഞ്ഞ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കപ്പെടുന്നത്. ഫസ്റ്റ് സംയുക്ത സമ്മേളനത്തിലൂടെയാണ് ഈ പറഞ്ഞ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കുന്നത്. എന്താണ് സംയുക്ത സമ്മേളനം എന്ന് നമ്മൾ പാർലമെന്റ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അതായത് പാർലമെന്റ് 2 സഭകളുണ്ട്, 2 സഭകളും ഒന്നിച്ച് ചേരുന്നതാണ് സംയുക്ത സമ്മേളനം. ഓക്കെ അല്ലോ, അത്രയും ഇപ്പം അറിഞ്ഞിരിക്കുക. അതിന് വിശദമായൊരു ക്ലാസ് തന്നെയുണ്ട്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യ സംയുക്ത സമ്മേളനത്തിലൂടെയാണ് പാസ്സാക്കപ്പെടുന്നത്. 3 സംയുക്ത സമ്മേളനങ്ങളാണ് ഇതുവരെ നടന്നിരിക്കുന്നത്. 1 1961, 2 1978. ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോവാം. രണ്ടാമത് 1978, ഓക്കെ, ദെൻ 2002. ഓക്കെ, 2002. ഓക്കെ, ഈ 3 സംയുക്ത സമ്മേളനമാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, 1978 ബാങ്കിങ് കമ്മീഷൻ റിപ്പീൽ ബില്ല്, 2002 ആണെങ്കിൽ പോട്ട അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് പാസ്സാക്കാൻ വേണ്ടി. ഓക്കെ, അതൊക്കെ PSC ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ വിഷയം സ്ത്രീധന നിരോധന നിയമമാണ്. അപ്പോൾ സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയത് 1961. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്. പാർലമെന്റ് ആദ്യ സംയുക്ത സമ്മേളനത്തിലൂടെ പാസ്സാക്കപ്പെടുന്നു. ഓക്കെ അല്ലോ, 1ാം സംയുക്ത സമ്മേളനത്തിലൂടെ പാസ്സാക്കപ്പെടുന്നു ഏത്? സ്ത്രീധന നിരോധന നിയമം. ഓക്കെ, ഇനി എന്താണ് സ്ത്രീധന നിരോധന നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമുക്കറിയാം വിവാഹ സമയത്ത് എന്താണ് പണമായിട്ടും സ്വത്തായിട്ടും അല്ലെ, പണമായിട്ടും സ്വത്തായിട്ടും അല്ലെങ്കിൽ ആഭരണമായിട്ടും ഒക്കെ വിവാഹ സമയത്ത് കൈമാറ്റം ചെയ്യാറുണ്ട്. ഓക്കെ, കൈമാറ്റം ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്കറിയാം സ്ത്രീ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ഭാര്യയുടെ കുടുംബക്കാർ ആർക്ക്? ഭർത്താവിൻ്റെ കുടുംബക്കാർക്ക് അല്ലെ കൊടുക്കാറുണ്ട്, കൈമാറ്റം ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അമിതമായി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീ സുരക്ഷയെ സംബന്ധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി. അതേ തുടർന്നാണ് ഈ നിയമം പാസ്സാക്കിയത്. അപ്പോൾ ഈ സ്ത്രീധന നിരോധന നിയമപ്രകാരം വിവാഹ സമയത്ത്, കല്യാണ സമയത്ത്, ഓക്കെ, എന്ന് വെച്ചാൽ സ്വത്ത്, പണം, ഓക്കെ, ഒപ്പം തന്നെ എന്താണ് ആഭരണങ്ങൾ കൈമാറ്റം ചെയ്യുന്നത്, കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമായ തെറ്റാണ്. ഓക്കെ ആണല്ലോ. ആസ് പെർ ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം ഇത്തരത്തിൽ ഓക്കെ എന്തൊക്കെ? 1 സ്വത്ത്, ഓക്കെ, സ്വത്ത് അല്ലെങ്കിൽ എന്താണ് പണം, ഓക്കെ, പണം, ആഭരണങ്ങൾ, ഓക്കെ, ഡൗറി, അതാണ് ഡൗറി എന്ന് അവകാശപ്പെടുന്ന ഡൗറി. ഓക്കെ ആണല്ലോ. വാല്യുബിൾ സെക്യൂരിറ്റി ആൻഡ് പ്രോപ്പർട്ടി, കൃത്യമായി പറഞ്ഞാൽ വാല്യുബിൾ സെക്യൂരിറ്റി ആൻഡ് പ്രോപ്പർട്ടി, ഇത് കൈമാറ്റം ചെയ്യുന്നത് ശിക്ഷാർഹമായ തെറ്റാണ്. ഇവിടെ തെറ്റുകാരാകുന്നത് വാങ്ങുന്ന ആൾ മാത്രമല്ല എന്നറിഞ്ഞിരിക്കുക. ആരാണോ കൈമാറ്റം ചെയ്യുന്നത് അവർ കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഒരേപോലെ തെറ്റുകാരാണ്. എന്ന് വെച്ചാൽ പണമാണ്, പണം കൈമാറുന്നുണ്ടെങ്കിൽ പണം കൊടുത്ത ആളും വാങ്ങുന്ന ആളും ഒരുപോലെ തെറ്റുകാരാണ്. ഇനി കൈമാറ്റം ചെയ്ത ഭർത്താവും ഭാര്യയും കൂടിയാണെങ്കിൽ വിവാഹത്തിന് മുമ്പ് ഈ 2 വ്യക്തികൾ ചേർന്നാണ് കൈമാറ്റം ചെയ്തതെങ്കിൽ അവർ ഇതിൽ പ്രതിയാകും. നേരെ മറിച്ച് അവരുടെ വീട്ടുകാരാണ് കൈമാറ്റം ചെയ്തതെങ്കിൽ അവരുടെ വീട്ടുകാർ ഈ നിയമപ്രകാരം എന്താണ് ഈ പറഞ്ഞ കേസിൽ പ്രതിയാകാൻ ചാൻസ് ഉണ്ട്, അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കപ്പെടുന്നു. ഇത് പ്രകാരം അറിഞ്ഞിരിക്കുക, കല്യാണ സമയത്ത് ഡൗറി, നമുക്ക് സ്ത്രീധനം എന്ന് പറയാം, സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമായ തെറ്റാണ്. ഓക്കെ, ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം PSC ചോദിക്കുന്നത് ശിക്ഷയാണ്. PSC ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ശിക്ഷ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ശിക്ഷയാണ് പഠിക്കുന്നത്, അതാണ് PSC എടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം, സ്ത്രീധന നിരോധന നിയമപ്രകാരം
അതായത് വിവാഹ സമയത്ത് ഇത്തരത്തിൽ ഡൗറി കൈമാറ്റം ചെയ്താലുള്ള ശിക്ഷ എന്താണെന്നാണ് പഠിക്കേണ്ടത്. അവിടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെ കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് അതായത് ഇംപ്രിസൺമെന്റ് ആണ്, അല്ലെ? എന്താ വെച്ചാൽ നമ്മൾ പോയി ജയിലിൽ പോയി കിടക്കേണ്ടി വരും. എത്ര നാള്? നോട്ട് ലെസ് ദാൻ, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നോട്ട് ലെസ് ദാൻ, ഓക്കെ, നോട്ട് ലെസ് ദാൻ 5 years, ലെസ് ദാൻ, നോട്ട് ലെസ് ദാൻ 5 years, 5 years പറഞ്ഞുപോയത്, നോട്ട് ലെസ് ദാൻ 5 years എന്ന് വെച്ചാൽ 5 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും, നോട്ട് ലെസ് ദാൻ 5 years ആൻഡ് 15,000 rupees, 15,000 രൂപയും അറിഞ്ഞിരിക്കുക. 15,000 രൂപയും, ഓക്കെ ആണല്ലോ? അപ്പം നോട്ട് ലെസ് ദാൻ 5 years ആൻഡ് 15,000 rupees. അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം 5 വർഷത്തിൽ താഴെ ശിക്ഷയല്ല, 5 വർഷത്തിൽ കുറയാത്ത ശിക്ഷ എന്ന് വെച്ചാൽ ഏറ്റവും കുറവ് എത്ര കിട്ടും? 5 വർഷം കിട്ടും. ഓക്കെ, 5 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും 15,000 രൂപയുമാണ് ഇതിന്റെ പെനാൽറ്റി. എന്തിന്റെ? ഓക്കെ, കൈമാറ്റം ചെയ്താൽ, ഡൗറി കൈമാറ്റം ചെയ്താൽ. ഓക്കെ, ആസ് പെർ ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, സ്ത്രീധന നിരോധന നിയമപ്രകാരം ഈ കൈമാറ്റം ചെയ്യുന്നത് മാത്രമല്ല തെറ്റ്, പിന്നെ എന്തും തെറ്റാണ്. വിവാഹ സമയത്ത് ഡൗറി ഡിമാൻഡ് ചെയ്താലും എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് എ പണിഷബിൾ ഓഫൻസ്. ഓക്കെ, അതും ശിക്ഷാർഹമായ തെറ്റാണ്. ഓക്കെ അല്ലോ? അപ്പൊ അറിഞ്ഞിരിക്കുക, വിവാഹ സമയത്ത് ഡൗറി ഡിമാൻഡ്, ഡൗറി ആവശ്യപ്പെട്ടാൽ, ഓക്കെ, അപ്പൊ കൂടുതൽ നമുക്കറിയാം ചെറുക്കന്റെ വീട്ടുകാരൻ ഡൗറി ആവശ്യപ്പെടുന്നു. ഓക്കെ, ചെറുക്കന്റെ വീട്ടുകാരെ പെണ്ണിന്റെ വീട്ടുകാരോട് ഡൗറി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതും ശിക്ഷാർഹമായ തെറ്റാണ്. അങ്ങനെ ഡൗറി ഡിമാൻഡ് ചെയ്താൽ അറിഞ്ഞിരിക്കുക, കുറഞ്ഞ ശിക്ഷ, ഡൗറി ആവശ്യപ്പെട്ടാലുള്ള കുറഞ്ഞ ശിക്ഷ അറിഞ്ഞിരിക്കുക, നോട്ട് ലെസ് ദാൻ, വീണ്ടും ആവർത്തിക്കുന്നു, നോട്ട് ലെസ് ദാൻ 6 months അറിഞ്ഞിരിക്കുക, നോട്ട് ലെസ് ദാൻ 6 months എന്ന് വെച്ചാൽ 6 മാസത്തിൽ കുറയാത്ത ശിക്ഷ. 6 മാസം, ഓക്കെ, 6 മാസം താഴെ പോകത്തില്ല. ഓക്കെ, 6 ഏറ്റവും കുറഞ്ഞത്. ഓക്കെ, കുറഞ്ഞ ശിക്ഷ, നോട്ട് ലെസ് ദാൻ പഠിക്കണ്ട, കുറഞ്ഞ ശിക്ഷ 6 മാസം, അങ്ങനെ പഠിച്ചോ. കുറഞ്ഞ ശിക്ഷ 6 മാസം. കൂടിയ ശിക്ഷ അറിഞ്ഞിരിക്കുക, 2 years, 2 വർഷം, 2 years, 2 years and ഓർത്തിരിക്കുക, 2 years and 10,000 rupees, 2 years and 10,000 rupees. പറഞ്ഞിരിക്കുക, ഡൗറി ആവശ്യപ്പെട്ടാൽ കുറഞ്ഞത് 6 മാസം തടവ് ലഭിക്കാം, കൂടിയത് എത്ര വരെ ലഭിക്കാം? 2 വർഷവും 10,000 രൂപയും വരെ എന്താണ് ശിക്ഷ ലഭിക്കാവുന്ന തെറ്റാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ കൂടുതലും അറിഞ്ഞിരിക്കുക, 1961 നിയമം പാസ്സാക്കപ്പെടുന്നു. അത് പാർലമെന്റ് ആദ്യ സംയുക്ത സമ്മേളനത്തിലാണ് പാസ്സാക്കപ്പെട്ടതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി എന്താണെന്ന് ചോദിച്ചാൽ, ഈ കല്യാണ സമയത്ത് സ്ത്രീധനം കൈമാറ്റം ചെയ്യുന്നതാണ് ഈ നിയമപ്രകാരം ശിക്ഷാർഹമായ തെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അറിഞ്ഞിരിക്കുന്ന കാര്യം, ഓക്കെ, ഇനി കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷ എന്താണ്? 5 വർഷത്തിൽ കുറയാത്ത പണിഷ്മെന്റ്, 5 വർഷത്തിൽ കുറയാത്ത ശിക്ഷ. ഓക്കെ, അത് ജയിലിൽ കിടക്കേണ്ടി വരും. 5 വർഷത്തിൽ കുറയാതെ 15,000 രൂപയും. ഡൗറി ആവശ്യപ്പെട്ടാൽ, ഡൗറി ഡിമാൻഡ് ചെയ്താൽ, ആവശ്യപ്പെട്ടാൽ കുറഞ്ഞത് 6 മാസം, കുറഞ്ഞത് 6 മാസമെങ്കിലും ശിക്ഷ ലഭിക്കും. മാക്സിമം എത്ര വരെ ലഭിക്കാം എന്ന് ചോദിച്ചാൽ 2 വർഷവും 10,000 രൂപയും. ഓക്കെ, 2 വർഷവും 10,000 രൂപയും. ഓക്കെയാണ്, അതാണ് മാക്സിമം പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഡൗറി ആവശ്യപ്പെടരുത്, ഡൗറി കൊടുക്കരുത്, ഡൗറി വാങ്ങരുത്. അതാണ് ഈ നമ്മുടെ സ്ത്രീധന നിരോധന നിയമപ്രകാരം ഉദ്ദേശിക്കുന്നത്. അതിനെതിരെയാണ് ഈ നിയമം പാസ്സാക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം, സ്ത്രീധന നിരോധന നിയമപ്രകാരം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഡൗറി ഡെത്ത്, സ്ത്രീധന മരണം. ഓക്കെ, സ്ത്രീധന മരണം. എന്താണ് ഡൗറി ഡെത്ത്? എന്താണ് ഡൗറി ഡെത്ത് അല്ലെങ്കിൽ സ്ത്രീധന മരണം? അതറിഞ്ഞിരിക്കണം. ഡൗറി ഡെത്ത് അല്ലെ, ഡൗറി ഡെത്ത് എന്താണ് ഡൗറി ഡെത്ത്? സ്ത്രീധന മരണം എന്ന് വെച്ചാൽ എന്താണ് ഡൗറി ഡെത്ത് എന്ന് പറഞ്ഞാൽ? അപ്പൊ അറിഞ്ഞിരിക്കുക, വിവാഹശേഷം, കല്യാണശേഷം, ഓക്കെ, വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ, അറിഞ്ഞിരിക്കുക, വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ, 7 years ഓർത്തിരിക്കുക, വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ, 7 years, 7 വർഷത്തിനുള്ളിൽ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച്, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം, ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ഭാര്യ അസ്വാഭാവികമായി മരണപ്പെട്ടാൽ, ദ യൂഷ്വൽ ഡെത്ത് ഓഫ് ദി വൈഫ്, ഓക്കെ, ഇൻ ദി ഹസ്ബൻഡ്സ് ഹൗസ് വിതിൻ 7 years ആഫ്റ്റർ ദി മാരേജ് എന്ന് വെച്ചാൽ 7 വർഷത്തിനുള്ളിൽ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ഭാര്യ അസ്വാഭാവികമായി മരണപ്പെട്ടാൽ അത് എന്തായി കണക്കാക്കപ്പെടും? അത് ഡൗറി ഡെത്ത് ആയിട്ട് കണക്കാക്കപ്പെടും. അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ് ഡൗറി ഡെത്ത്? 7 വർഷത്തിനുള്ളിൽ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ഭാര്യ അസ്വാഭാവികമായി മരണപ്പെട്ടാൽ അതെന്താണ്? ഡൗറി ഡെത്ത് ആണ്. ഇനി ഭാര്യ ആത്മഹത്യക്ക് എന്താണ്? അസ്വാഭാവികമായ മരണമാണ്. അപ്പൊ ആത്മഹത്യ ചെയ്താലും എന്ത് തന്നെയാണ്? ഡൗറി ഡെത്ത് ആണ്. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ എന്താണ് ഡൗറി ഡെത്ത്? 7 വർഷത്തിനുള്ളിൽ എവിടെ വെച്ചായിരിക്കണം?
ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ഭാര്യ അസ്വാഭാവികമായി മരണപ്പെട്ടാൽ അത് സ്ത്രീധന മരണമായിട്ട് കണക്കാക്കപ്പെടും. ഓക്കെ അല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ കൂടെ സ്ത്രീധന മരണത്തിൻ്റെ മാക്സിമം പണിഷ്മെന്റ് എന്തായിരിക്കും? മാക്സിമം പണിഷ്മെന്റ്, സ്ത്രീധന മരണത്തിൻ്റെ മാക്സിമം പണിഷ്മെന്റ് എന്തായിരിക്കും? ഓർത്തിരിക്കുക, ലൈഫ് ലോങ് ആണ്. ലൈഫ് ലോങ് എന്ന് വെച്ചാൽ നമുക്കറിയാം ജീവപര്യന്തം, ലൈഫ് ലോങ് അല്ലേ? ലൈഫ് ലോങ് മാക്സിമം ശിക്ഷയാണ്. അതിൽ കുറഞ്ഞ ശിക്ഷകൾ ആ പറഞ്ഞ ക്രൈമിനനുസരിച്ച് ശിക്ഷയുടെ അളവും കുറയും. ഓക്കെ, അതിന് മാക്സിമം എത്ര വരെ ആകാം? ഓക്കെ, കൊലപ്പെടുത്തിയതാണെങ്കിൽ മാക്സിമം ലൈഫ് ലോങ് ശിക്ഷ വരെ ലഭിക്കാം. എന്ന് വെച്ചാൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ഈ കേസിന് ലഭിക്കാവുന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡൗറി ഡെത്തുമായി ബന്ധപ്പെട്ട് ശിക്ഷകളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു വകുപ്പുണ്ട് അറിഞ്ഞിരിക്കുക. IPC ഇന്ത്യൻ പീനൽ കോഡ്. IPC ഇന്ത്യൻ പീനൽ കോഡ് ഓർത്തിരിക്കുക. 304B. ഓക്കെ, IPC 304B കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഡൗറി ഡെത്തിനെ പറ്റി പരാമർശിക്കുന്ന ഓക്കെ ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പാണ് IPC 304B. IPC 304Bയിലാണ് ഡൗറി ഡെത്തിനെ പറ്റിയുള്ള ശിക്ഷകളെ പറ്റിയൊക്കെ പറയുന്നത്. ശിക്ഷ ഞാൻ പറഞ്ഞു എത്രയാണ്? മാക്സിമം ലൈഫ് ലോങ്, ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന തെറ്റാണത്. ഓക്കെ, ഇറ്റ് ഈസ് എ നോൺ ബെയിലബിൾ ഒഫൻസ്. അറിഞ്ഞിരിക്കുക, ജാമ്യമില്ലാ വകുപ്പാണ് എന്നറിഞ്ഞിരിക്കുക. IPC 304B എന്ന് പറയുന്നത് ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, ജാമ്യമില്ലാ വകുപ്പാണ്. അത് പിടിച്ചാൽ എന്താണ്, നമ്മളെ റിമാൻഡ് ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ അല്ലോ? അപ്പോൾ ഒന്നുകൂടെ പറയാം, സ്ത്രീധന നിരോധന നിയമം. ഓക്കെ, എന്ന് വെച്ചാൽ കല്യാണ സമയത്ത് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ നിയമപ്രകാരം ശിക്ഷാർഹമായ തെറ്റാണ്. നിയമം പാസ്സാക്കപ്പെട്ടത് 1961 പാസ്സാക്കപ്പെടുന്നു. അത് പാർലമെന്റിന്റെ ആദ്യ സംയുക്ത സമ്മേളനമാണെന്ന് പറഞ്ഞു. പിന്നെ 2 സംയുക്ത സമ്മേളനം നടന്നിട്ടുള്ളൂ. 1978 നടന്നു, 2002 നടന്നു. അത് നമ്മൾ പഠിക്കും, പാർലമെന്റ് പഠിക്കും എന്തായാലും. ഓക്കെ, ഈ നിയമപ്രകാരം സ്ത്രീധനം കൈമാറ്റം ചെയ്തുള്ള ശിക്ഷ, ആ ശിക്ഷയാണ് കൂടുതലും ചോദിക്കുന്നത്. 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപയുമാണ്. 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപയുമാണ്. പിന്നെ ഓർത്തിരിക്കുക, ഡൗറി ഡിമാൻഡ് ചെയ്താൽ, ഡിമാൻഡ് ഫോർ ഡൗറി, ഓക്കെ, ഡൗറി ഡിമാൻഡ് ചെയ്താൽ അതിന്റെ കുറഞ്ഞ പണിഷ്മെന്റ് 6 months, കൂടിയ പണിഷ്മെന്റ് 2 years and 10,000 rupees. ഓക്കെ, 2 വർഷം, മാക്സിമം 2 വർഷം വരെയും 10,000 രൂപ ഫൈനും വരാം. ഓക്കെ അല്ലോ? ഓക്കെ, ഇനി ഈ നിയമപ്രകാരം എന്താണ് ഡൗറി ഡെത്ത്? സ്ത്രീധന മരണം എന്ന് പറഞ്ഞാൽ വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ ഹസ്ബൻഡിന്റെ വീട്ടിൽ വെച്ച് ഭാര്യ അസ്വാഭാവികമായി മരണപ്പെട്ടാൽ ഡൗറി ഡെത്താണ്. അത് 7 വർഷം എന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലോ? ഓക്കെ, അതിന്റെ മാക്സിമം പണിഷ്മെന്റ് എത്രയാ? ലൈഫ് ലോങ് ആണ്. വേണം ഒരു കാര്യം പഠിച്ചു വെച്ചോ, അതിന്റെ മിനിമം പണിഷ്മെന്റ് 7 years ആണ്. കുറഞ്ഞത് 7 വർഷം വരെ ലഭിക്കാം കേട്ടോ. കുറഞ്ഞത് 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന തെറ്റാണ് ഈ പറഞ്ഞ ഡൗറി ഡെത്ത് എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലോ? അപ്പം കുറഞ്ഞ ശിക്ഷയും എത്രയാ? 7 വർഷമാണ്. എത്ര വർഷത്തിനുള്ളിൽ? 7 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാൽ. ഓക്കെ അല്ലോ? അപ്പൊ ഈ പറഞ്ഞ ശിക്ഷകളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഇന്ത്യൻ പീനൽ കോഡിലെ 304B. അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ? അപ്പൊ സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് പാസ്സാക്കപ്പെട്ട ഒരു നിയമമാണിത്, സ്ത്രീധന നിരോധന നിയമം. ഓക്കെ അല്ലോ? നമുക്ക് വനിതാ കമ്മീഷനൊക്കെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ. ഓക്കെ വീട്ടിലെ, അപ്പം കൂടെ പഠിച്ചു വെക്കുക. PSC ഒരുപാട് തവണ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. 1961 എന്നാ പാസ്സാക്കപ്പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലോ? ഓക്കെ, അപ്പോൾ അതുകൊണ്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇപ്പോൾ കുട്ടികളെ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ മറ്റൊരു നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം. ഗാർഹിക പീഡന നിരോധന നിയമം നമുക്കറിയാം എന്താണത്? ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അല്ലെങ്കിൽ ഗാർഹിക പീഡന നിരോധന നിയമം. ഓക്കെ, അപ്പോൾ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ പാസ്സാക്കപ്പെട്ട മറ്റൊരു നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം. ഓക്കെ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. ഓക്കെ അല്ലേ? ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് അറിഞ്ഞിരിക്കുക 2005 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ്? 2005. 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത്, മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, സ്ത്രീധന നിരോധന നിയമം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ, എന്ന് പറഞ്ഞ പോലെ ഗാർഹിക പീഡന നിരോധന നിയമം. ഓക്കെ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. ഓക്കെ അല്ലോ? അപ്പൊ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പാസ്സാക്കപ്പെട്ട വർഷം 2005. 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പാസ്സാക്കപ്പെടുന്നത്, അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ? ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നത്, ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 അറിഞ്ഞിരിക്കുക. 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ഓക്കെ അല്ലോ? അപ്പോൾ ഒന്നുകൂടെ പറയാം, ഗാർഹിക പീഡന നിരോധന നിയമം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്
പാർലമെന്റ് പാസ്സാക്കിയത് 2005 2005 പാർലമെന്റ് പാസ്സാക്കിയത്. നിലവിൽ വന്നത് കെയിം ഇൻ ടു ഫോഴ്സ് ആണ് നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 2006 ഒക്ടോബർ 26 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വരുന്നത്. എന്താണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്? ഞാൻ പറഞ്ഞ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാസ്സാക്കപ്പെട്ട ഒരു നിയമമാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. പറഞ്ഞിരിക്കുക ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. ഓക്കെ, അത് സ്ത്രീ സുരക്ഷയുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല, ഇതിന്റെ പ്രൈമറി ബെനിഫിഷ്യറീസ്, ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൈമറി ബെനിഫിഷ്യറീസ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിന്റെ ഗുണങ്ങൾ ലഭിക്കുന്ന ആൾക്കാർ, ഓക്കെ, പ്രാഥമികമായിട്ട് ഇതിന്റെ ഗുണങ്ങൾ ലഭിക്കുന്ന ആൾക്കാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ വുമൺ ആൻഡ് ചിൽഡ്രൻ ആണ്. അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ രണ്ട് കൂട്ടരുണ്ട്, വുമൺ ആൻഡ് ചിൽഡ്രൻ. ഓക്കെ, വുമൺ ആൻഡ് ചിൽഡ്രൻ ആണ് ഈ പറഞ്ഞ വുമൺ ആൻഡ് ചിൽഡ്രൻ ആണ് ഇതിന്റെ പ്രാഥമികമായിട്ട് അല്ലെങ്കിൽ പ്രൈമറി ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗുണം ലഭിക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ വ്യക്തികൾ, ഓക്കെ, ഒരു ഗൃഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ സ്ത്രീകളും കുട്ടികളും, ഓക്കെ, മറ്റാൾക്കാരുണ്ട് അത് ഞാൻ പറയാം, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഗൃഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ നിയമപ്രകാരം അവർക്ക് കേസ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ അല്ലോ. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം സ്വന്തം ഗൃഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവർക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതിന്റെ പ്രൈമറി ബെനിഫിഷ്യറീസ് ആണ് ആരൊക്കെ? സ്ത്രീകളും കുട്ടികളും. ഓക്കെ, അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഹൈക്കോടതി ഒരു വിധിയൊക്കെ പറഞ്ഞതിന്റെ ഹൈക്കോടതി പറഞ്ഞു സ്ത്രീകളും കുട്ടികളും മാത്രമല്ല അതിന്റെ ബെനിഫിഷ്യറീസ്, അതിൽ പുരുഷന്മാരും പെടും. എന്ന് വെച്ചാൽ ഒരു വീട്ടിലെ പുരുഷനാണ് പീഡിപ്പിക്കപ്പെടുന്നതെങ്കിൽ, ഓക്കെ, ആ പുരുഷനും കേസ് കൊടുക്കാൻ സാധിക്കും ഈ നിയമപ്രകാരം. ഓക്കെ, സ്ത്രീകൾക്ക് മാത്രമല്ല, പക്ഷേ അതിന്റെ കൂടുതൽ ഗുണം ലഭിക്കുന്ന ആർക്ക് തന്നെയാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തന്നെയാണ്. ഓക്കെ, അപ്പം ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതാണ് പുരുഷന്മാർക്ക് വേണമെങ്കിലും ഈ നിയമപ്രകാരം കേസ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി പീഡനം എന്ന് ഉദ്ദേശിക്കുന്നത് ഗാർഹിക പീഡനം എന്ന് വെച്ചാൽ 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി, ഓക്കെ, ആ ഗൃഹത്തിലെ 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചാൽ ഈ നിയമപ്രകാരം അവർക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ 18 വയസ്സിന് മുകളിലുള്ള, ഓക്കെ, താഴെയല്ല, 18 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തി ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചാൽ, ഈ പറഞ്ഞ വനിതകളെയോ കുട്ടികളെയോ അല്ലെങ്കിൽ വേറെ വ്യക്തി ആയിക്കോട്ടെ, ഓക്കെ, മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ നിയമപ്രകാരം, അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം എന്ത് ചെയ്യാൻ കൊടുക്കാം? കേസ് കൊടുക്കാൻ സാധിക്കും. അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. അപ്പോൾ ശാരീരികമായ പീഡനം എന്ന് പറയുമ്പോഴത്തേക്കും ഹാംഫുൾ ഇഞ്ചുറി ടു ദ ഹെൽത്ത്, ഓക്കെ, ലൈഫ് ആൻഡ് സെക്യൂരിറ്റി, ഓക്കെ അല്ലോ. എന്ന് വെച്ചാൽ അവിടെ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇഞ്ചുറി ഉണ്ടാക്കുക, അടിക്കുക, ഇടിക്കുകയൊക്കെ ചെയ്യില്ലേ, അടിക്കുക, അല്ലെ സ്ത്രീകളെ അല്ല മർദ്ദിക്കുക, കുട്ടികളെ മർദ്ദിക്കുക, അടിക്കുക, ഇടിക്കുക, ഓക്കെ, അതൊക്കെ വരും. പിന്നെ ഓർത്തിരിക്കുക എന്താണ്? സെക്യൂരിറ്റി, സംരക്ഷണം കൊടുക്കാതിരിക്കുക. ഓക്കെ, വിവാഹം കഴിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് സംരക്ഷണം കൊടുക്കാതിരിക്കുക. ഓക്കെ അല്ലോ. ജീവന് ഭീഷണിയാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതെല്ലാം ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം പണിഷബിൾ ഒഫൻസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ശാരീരികമായ പീഡനം മാത്രമല്ല മാനസികമായുള്ള പീഡനം ഉണ്ടായാലും ഈ വകുപ്പ് പ്രകാരം കേസ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. എന്ന് വെച്ചാൽ അബ്യൂസ് ചെയ്യുക, ഓക്കെ, സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ വെർബൽ അബ്യൂസ്, ഓക്കെ, ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്? ത്രട്ടനിങ്, ഭീഷണിപ്പെടുത്തുക, ഓക്കെ, മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്താലും, ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ശാരീരികമായോ മാനസികമായോ ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം എന്ത് ചെയ്യാൻ സാധിക്കും? കേസെടുക്കാൻ സാധിക്കും. ഓക്കെ, ആ നിയമം പാസ്സാക്കപ്പെട്ടത് 2005 നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 ഓക്കെ ആണല്ലോ. അപ്പോൾ ആരാണോ പീഡിപ്പിക്കപ്പെടുന്നത് ആ വ്യക്തിക്ക്, ആ കുടുംബത്തിനെതിരെ ആരൊക്കെ പീഡിപ്പിക്കുന്നുണ്ടോ അവർക്കെതിരെ എല്ലാം കേസ് കൊടുക്കാൻ സാധിക്കും. അത് കുടുംബത്തിലാണ്. ഓക്കെ, ഒരുപക്ഷെ അത് ഈ പറഞ്ഞ പോലെ എന്താണ്, ഒരു വൈഫ് ഇപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണെങ്കിൽ ഹസ്ബൻഡ് അച്ഛനാകാം, അമ്മയാകാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അല്ല തന്നെ അച്ഛനോ അമ്മയോ ആർക്കെതിരെ വേണമെങ്കിലും കേസ് കൊടുക്കാൻ സാധിക്കും ഗാർഹിക പീഡന നിയമപ്രകാരം. ഓക്കെ, അതാണ് ആ വകുപ്പ്. അറിഞ്ഞിരിക്കുക. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത്, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് എത്ര വയസ്സിൽ താഴെയുള്ള ആളെയാണ്? അങ്ങനെ വേണേൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ നിയമപ്രകാരം അറിഞ്ഞിരിക്കുക, കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് 18 വയസ്സിൽ താഴെയുള്ള ആളെ മാത്രമേ എന്തായിട്ട് കണക്കാക്കപ്പെടൂ. 18 വയസ്സിന് താഴേക്കാണ് കേട്ടോ. 18 വയസ്സിൽ താഴെയുള്ള വ്യക്തിയെ മാത്രമേ എന്താക്കി കണക്കാക്കപ്പെടുകയുള്ളൂ? കുട്ടിയായിട്ട് കണക്കാക്കപ്പെടുകയുള്ളൂ. ഓക്കെ, ഈ 18 വയസ്സിന് മുകളിലേക്കുള്ള വ്യക്തിയിൽ നിന്നുള്ള പീഡനങ്ങളാണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം
പണിഷബിൾ ഒഫൻസ് ആയിട്ട് കണ്ടുവരുന്നത്, അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് 18 വയസ്സിൽ താഴെയുള്ള ആളെ മാത്രമാണ് കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി തന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. എല്ലാ ജില്ലയിലും ഒരു ഡിസ്ട്രിക്ട് ഓഫീസർ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഓക്കെ ആണല്ലോ. വനിതാ സെല്ലുകളുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം അറിയേണ്ട കാര്യം വെച്ചാൽ ഏതെങ്കിലും സ്ത്രീകൾ കുടുംബത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ മതി. വനിതാ എസ്ഐയും 2 പോലീസുകാരും എത്തുന്ന സംഘം വീട്ടിൽ വന്ന് വരെ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്. 2 നിയമങ്ങൾ ഞാൻ പറഞ്ഞു, രണ്ടും വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഒന്ന് ഗാർഹിക പീഡന നിരോധന നിയമവും, രണ്ടാമത് പറഞ്ഞത് സ്ത്രീധന നിരോധന നിയമവും. മിക്കവാറും PSC എക്സാമുകൾക്ക് കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു പോയത്.